കോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ റംലത്ത് മരിച്ച കേസിൽ അബൂബക്കർ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പന ജുമാ മസ്ജിദ് ജീവനക്കാരനാണ് പിടിയിലായ മണ്ണഞ്ചേരി സ്വദേശി അബൂബക്കർ. അമ്പലപ്പുഴ പോലീസിന് തോന്നിയ സംശയമാണ് കേസിലെ ദുരൂഹത നീക്കിയത്. ദീർഘനാളായി കടുത്ത ആസ്മ രോഗത്തിന് ചികിത്സയിലായിരുന്ന റംലത്തിനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റംലത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ മുറിയിൽ മുളകുപൊടി വിതറിയിരുന്നു. മുളകുപൊടി കണ്ട സാഹചര്യം ഗൗരവമായി എടുത്ത പോലീസ് രഹസ്യമായി റംലത്തിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചു. ആരോ റംലത്തിനെ അപായപ്പെടുത്തിയതാണെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് നടന്ന അന്വേഷണമാണ് ജുമാ മസ്ജിദ് ജീവനക്കാരൻ അബൂബക്കറിലേക്ക് പോലീസിനെ എത്തിച്ചത്. റംലത്തിന്റെ മരണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ശനിയാഴ്ച രാത്രി റംലത്തിന്റെ വീട്ടിൽ അടുക്കള കുത്തി തുറന്ന് അബൂബക്കർ കടന്നുകയറി. റംലത്തിനെ ബലാത്സംഗം ചെയ്യാനായിരുന്നു അബൂബക്കറിന്റെ അതിക്രമം. പീഡന ശ്രമത്തിനിടെ റംലത്തിന് ശ്വാസതടസ്സമുണ്ടായി. ആക്രമണം നടന്ന സമയത്ത് തന്നെ റംലത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. റംലത്ത് മരിച്ചെന്ന് മനസ്സിലാക്കിയ അബൂബക്കർ വീടിനുള്ളിൽ മുളകുപൊടി വിതറി കടന്നു കളയുകയായിരുന്നു. ഒറ്റപ്പന ജുമാ മസ്ജിദിൽ 18 വർഷമായി ജോലി ചെയ്തിരുന്ന അബൂബക്കർ റംലത്തിന്റെ മരണശേഷവും ഒന്നും അറിയാത്ത പോലെ നാട്ടിൽ തുടർന്നു. പല സംശയങ്ങളും തോന്നിയ പോലീസ് ഒരുപാട് പേരെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി അബൂബക്കറിനെയും 2 തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. റംലത്തിന്റെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോൾ അബൂബക്കറിന്റെ കോൾ പലപ്പോഴായി ഫോണിൽ വന്നിരുന്നതായി കണ്ടെത്തി. തെളിവ് നിരത്തിയുള്ള ചോദ്യം ചെയ്യലിന്റെ അവസാനം അബൂബക്കർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.